നമസ്കാരം, എൻ്റെ പേര് അഖിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം 2 വോൾട്ടേജും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് AC വോൾട്ടേജും DC വോൾട്ടേജും. ഒരു സോളാർ ഇൻവെർട്ടറിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഇൻപുട്ട് സൈഡ് വരെ ഉള്ളത് DC വോൾട്ടേജ് ആണ്. എന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് സൈഡിലേക്ക് പോകുമ്പോഴേക്കും അത് AC വോൾട്ടേജിലുമായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ AC വോൾട്ടേജും DC വോൾട്ടേജിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് DC വോൾട്ടേജ്, AC വോൾട്ടേജ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു ലൈവിൽ നിൽക്കുന്ന, അതായത് വിത്ത് ലോഡിൽ നിൽക്കുന്ന ഒരു ലൈൻ നമ്മൾ DC വോൾട്ടേജിലായിക്കോട്ടെ AC വോൾട്ടേജിലായിക്കോട്ടെ പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ MC4 ടൈപ്പ് കണക്ടേഴ്സ് ചെന്ന് പെട്ടെന്ന് വലിച്ചു വരും എപ്പോഴാണ് മെയിൻ്റെനൻസ് ടൈമിന്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു വോൾട്ടേജിന്റെ വലിയൊരു ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കൂടുതൽ മെയിൻ്റെനൻസ് ചെയ്യപ്പോഴേക്കും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്രീക്വൻസി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്കൊരു വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും AC വോൾട്ടേജും DC വോൾട്ടേജും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ AC വോൾട്ടേജിനെ ഒരു ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. അതൊരു സൈൻ വേവിന്റെ രീതിയിലാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ ചേരുന്നതാണ് ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയാൻ കഴിയുന്നത്. ഫ്രീക്വൻസിയുടെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഈ DC വോൾട്ടേജിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ നേർരേഖയിലാണ് വോൾട്ടേജ് സഞ്ചരിക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോ കാണാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളിവിടെ AC 220 വോൾട്ടും അതുപോലെ തന്നെ DC 220 വോൾട്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ലോഡ് കണക്ട് ചെയ്യണം. അതായത് നമ്മൾ ആദ്യം തന്നെ AC 220 വോൾട്ട് ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഫുൾ ലോഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ മൂവിങ് പാർട്ട് ഈ ഒരു ഹാൻഡിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ. ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ സ്പാർക്ക് ഉണ്ട്. അതിവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സ്പാർക്ക് അവിടെ ഉണ്ടായെന്നുണ്ട്. എന്നാൽ അതേ ലോഡിലേക്ക് തന്നെ നമ്മളൊരു DC 220 വോൾട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഹാൻഡിൽ റിമൂവ് ചെയ്യുമ്പോഴേക്കും അവിടെ എത്രത്തോളം സ്പാർക്ക് അല്ലെങ്കിൽ എത്രത്തോളം ആർക്കാണ് അവിടെ ഡെവലപ്പ് ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒരു AC വോൾട്ടേജും DC വോൾട്ടേജും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് AC വോൾട്ടേജ് നമ്മൾ പെട്ടെന്ന് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായ സ്പാർക്ക് എന്ന് പറയാൻ വളരെ ചെറിയൊരു ലെവലിലാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നാൽ DC വോൾട്ടേജിലേക്ക് വന്നപ്പോഴേക്കും അതിന്റെ ലെവൽ വളരെയധികം വലുതായി, അല്ലെങ്കിൽ ഹൈ ലെവലിലേക്ക് അതിന്റെ സ്പാർക്കിംഗ് ലെവൽ മാറിക്കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ AC വോൾട്ടേജിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് 0-ൽ നിന്നും തുടങ്ങി പോസിറ്റീവിലേക്ക് പോയി തിരിച്ച് വീണ്ടും 0-ൽ വന്നിട്ട് വീണ്ടും നെഗറ്റീവിലേക്ക് പോയിട്ട് വീണ്ടും 0-ലേക്ക് വരികയാണ്. അതായത് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഏതാണ്ട് 3 പ്രാവശ്യം 0 ലെവലിലേക്ക് വന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ DC വോൾട്ടേജിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ 220 വോൾട്ട് DC വോൾട്ടേജിന്റെ ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എത്രയാണോ ഇപ്പോൾ 220 വോൾട്ട് ആണെങ്കിൽ ആ വോൾട്ടേജിൽ നേർരേഖയിൽ സഞ്ചരിക്കുകയാണ്. ഇവിടെ 0-ൽ വരുന്നില്ല, ആ 220 എന്നുള്ളൊരു ലെവലിൽ തന്നെ നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും വലിയൊരു സ്പാർക്ക് വരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ DC സൈഡിൽ ഉപയോഗിക്കേണ്ട കമ്പോണൻസ് എല്ലാം DC ബ്രേക്കറും DC വയറുകളും തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ AC സൈഡിലേക്ക് വരുമ്പോൾ ACയിൽ ഉപയോഗിക്കേണ്ട ബ്രേക്കറുകളും വയറുകളും വേണം ഉപയോഗിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്, അതായത് AC-ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കമ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതും അതുപോലെ DC-ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന കമ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. അതായത് AC-ക്ക് ഉതകുന്ന രീതിക്കുള്ള കമ്പോണൻസ് ആയിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത്, DC-ക്ക് ഉതകുന്ന രീതിക്കുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ആ ഒരു കമ്പോണൻസിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇത് പാലിച്ച് വേണം ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.